വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ സദ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഈ ക്യാബേജ് തോരൻ. ഇത് നല്ല ടേസ്റ്റിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്യാബേജാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 1 കിലോ തികച്ചില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ പകുതി എടുക്കുകയാണ് ഞാൻ തോരന് വേണ്ടിയിട്ട്. അതുപോലെ ഈ പച്ച നിറമുള്ള ഇതിൻ്റെ ഇലകൾ ഇളക്കി കളയരുത്. അഴുക്കാണെങ്കിൽ മാത്രമേ ഇളക്കി കളയുള്ളൂ, അല്ലെങ്കിൽ ഇളക്കി കളയരുത്. ഈ പച്ച നിറമുള്ള ഇലകൾക്കകത്ത് കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയതാണ്. ഇത് നമ്മൾ നേരെ പകുതി കട്ട് ചെയ്തെടുക്കുക തോരന് വേണ്ടിയിട്ട്. പകുതി ക്യാബേജ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. ഇത് നമ്മളങ്ങ് കളയണം കേട്ടോ. ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതരിയ ഇതേ വലിപ്പത്തിലാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. തോരൻ അരിയുമ്പോൾ എപ്പോഴും ഒരേ അളവായിരിക്കണം. ഇനി ഇതിലൊരു കളറും ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യാരറ്റ് തന്നെ ഇതിലിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലിടാം അരി. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം, കട്ട് ചെയ്ത്. രണ്ട് പച്ചമുളക് ചെറുതായി കട്ട്. എരിവ് ഓരോരോ അനുസരിച്ച് ഇടുക. ഒരു തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുക. അത് നമുക്കിതിലേക്ക് ഇടാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. പാത്രം അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ചേർക്കുന്നവരുമുണ്ട്. കടലപ്പരിപ്പ് വേണമെങ്കിൽ, കടലപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, സവാള ഇത് 3ഉം കൂടെ അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇനി നമുക്ക് ക്യാരറ്റും ക്യാബേജും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ക്യാബേജ് ഉപ്പ് ചേർത്ത് പിഴിഞ്ഞൊക്കെയാണ് ഓരോരുത്തർ ഹോട്ടലിലൊക്കെ തയ്യാറാക്കുന്നത്. വീടുകളിൽ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ വൈറ്റമിൻസ് കളഞ്ഞ് തയ്യാറാക്കരുത്. കാര്യം ഹോട്ടലിൽ തയ്യാറാക്കുന്നത് പറഞ്ഞപ്പോൾ 5 പേർക്ക് കൊടുക്കേണ്ടടുത്ത് 10 പേർക്ക് കൊടുക്കണം, ഡ്രൈ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. അന്നേരം അതിൻ്റെ അങ്ങനെ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം പോകും. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കാം.
ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കേണ്ടവർക്ക് ഒരെണ്ണം അരിഞ്ഞ് ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് തയ്യാറാക്കാം. ഞാൻ കുരുമുളക് പൊടി ചേർത്ത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ നല്ലതാണ്. ഈ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തുറന്ന് വെച്ച് നമ്മളൊന്ന് ഇളക്കിയാൽ മതി. അല്ലാതെ അടച്ച് മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ ആവി കൊണ്ടിട്ട് അവിഞ്ഞു പോകും. കുഴകുഴാന്ന് ഇരിക്കുക. അതൊക്കെ നല്ലപോലെ ഇരിക്കേണ്ട. കുഴഞ്ഞു പോയതൊന്നുമില്ല. ഇങ്ങനെ വേണം ഇരിക്കാൻ. അല്ലാതെ ഉപ്പുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമൊക്കെ പോവും. അതിൻ്റെ സത്തെല്ലാം കളഞ്ഞിട്ട് തയ്യാറാക്കരുത്. വീട്ടിൽ തയ്യാറാക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല സദ്യ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.